ആ തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. ശരി. ഇനി എത്ര പേരുണ്ട്? 40 OP കൂടി ഉണ്ട്. ഇതെല്ലാം കൂടെ എപ്പോ തീരാനാ? ഒരു കാര്യം ചെയ്യ്, കുറച്ചു പേര് ചേട്ടനടുത്തേക്ക് അയക്ക്. ഇല്ലെങ്കിൽ ഇത് അർത്ഥരാർത്ഥിയാകാൻ തീരില്ല. അടുത്ത വിളിക്ക്. ശരി. എല്ലാ രോഗികളെയും നോക്കാൻ അനന്തൻ ഡോക്ടർക്ക് സമയമില്ലെന്ന് കുറച്ചുപേരെ ചേട്ടൻ ഡോക്ടറുടെ അടുത്തേക്ക് അയക്കാൻ. ഞാൻ എന്ത് ചെയ്യണ സിസ്റ്ററെ? എല്ലാ രോഗികൾക്കും അനന്തൻ ഡോക്ടർ മതി, നന്ദൻ ഡോക്ടർ വേണ്ട. പേടിച്ചിട്ടാ മറ്റു വല്ലതും ആണെങ്കിൽ എക്സ്റേയിലെങ്കിലും കാണാം. വല്ല മരുന്നും മാറ്റി എഴുതിയാലേ ചത്തത്തെ വിവരം അറിയും. മതിയോടോ, ഇനി അത് ഊതി ഉറപ്പിക്കണ്ട. ഒരു കയ്യബ്ദം പറ്റും സാധാരണയാണ്. അതിന് വരുന്നതിനും പോകണമെന്നും ഒക്കെ ഇതിനെ പറ്റി ഇങ്ങനെ പ്രസംഗിക്കും. ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാമോ? ഒരു രോഗിക്കും നന്ദു ഡോക്ടറെ കാണണ്ട. അനന്തന്റെ മുറിയിലെ പേഷ്യൻസിനെ കണ്ടിട്ട് അസൂയ തോന്നി. ഒരു പൂരത്തിനുള്ള ആളുണ്ട്. അപ്പുറത്ത് അളിയന്റെ മുറിയുടെ മുന്നിലോ 3-4 പേർ, നമ്മുടെ അച്ഛന്റെ തലയിലെ മുടി പോലെ. ഉള്ളവർ തന്നെ അപ്പുറത്തെ തിരക്കിപ്പെട്ട് തെറിച്ചു വീണവർ. സർക്കാർ സർവീസിലായിരുന്നു അവനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തതാ. അന്നൊക്കെ നിന്റെ കണ്ണിലെ കരട് ഞാനായിരുന്നല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിലെ അവസ്ഥ നിനക്ക് എന്താണെന്നറിയാമോ? അവനൊരു വര വരച്ചാൽ മണ്ണിര പോലും അവനോട് ചോദിച്ചിട്ടേ താഴൂ. പാവം ഒറ്റയ്ക്ക് മുറിയിൽ ഒതുങ്ങിക്കൂടി അളിയന്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ സംഭവിച്ചത് അളിയന്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ? ആണോ? ആണെന്നാണ് എല്ലാവരുടെയും ധാരണ. ഞാനൊന്ന് ചോദിക്കട്ടെ, മദ്യപിക്കാത്ത എത്ര ഡോക്ടർമാരുണ്ട് ഇവിടെ? ഒരിക്കലെങ്കിലും കഴിപ്പഴ പറ്റാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? അന്ന് രോഗിയുടെ ബന്ധുക്കൾ ബഹളം ഉണ്ടാക്കിയപ്പോ അളിയൻ തന്നെ മാന്യത കാണിച്ചു. ആ അവസരം മുതലെടുത്ത് അനിയൻ യോഗ്യനായി. ഇപ്പൊ ചേട്ടൻ പുറത്ത്, അനിയനകത്ത്. അളിയന്റെ തെറ്റിനെ മറ്റുള്ളവർ വിമർശിച്ചാൽ മനസ്സിലാക്കാം. ഇത് സ്വന്തം അനിയൻ തന്നെ കുത്തി നോവിച്ചാൽ, അതും മറ്റുള്ള രോഗികളുടെ മുന്നിൽ വെച്ച്, നാണക്കേട്. എനിക്ക് നിന്റെ നന്മയിൽ കഴിഞ്ഞ് മറ്റൊരു താല്പര്യമില്ല മോളെ. അളിയന്റെ ആ പഴയ റോറിംഗ് പ്രാക്ടീസും താല്പര്യവും ഒക്കെ തിരിച്ചു കിട്ടണ്ടേ? ആനന്ദൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. ഇങ്ങനെ പോയാ നിരാശ കേറി അടിച്ചടിച്ച് അളിയൻ സമാധിയാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ തന്നെ മനസ്സ് വയ്ക്കണം. മോനെ ദേ കാക്ക കഴിച്ചേ. ഇറങ്ങ. പതുക്കെ ഇറങ്ങണം. അനന്തൻ ഡോക്ടറല്ലേ? ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. ഡോക്ടർ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അനന്തേട്ടൻ ഒരിടം വരെ പോയിരിക്കുക. വൈകിട്ടേ വരൂ. അകത്തേക്കിരിക്കൂ. നന്ദേട്ടനുണ്ട്, വിളിക്കാം. വേണ്ട, ഞങ്ങൾക്ക് അനന്തൻ ഡോക്ടറെ കാണണ്ടേ. എന്നാ വൈകുന്നേരം വന്നാ മതി. ശരി, ബാബു. ആരാ? അനന്തേട്ടന്റെ പേഷ്യൻസ് ആണെന്ന് തോന്നുന്നു. ഓ, അത് ഞാൻ മറന്നുപോയി. ഈ വീട്ടിലിപ്പോ ഒരു ഡോക്ടറല്ലേ ഉള്ളൂ. നന്ദേട്ടന് അകത്തുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. സീരിയസ് ഒന്നും ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവര് പോയത്. പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. എന്റെ ഭർത്താവിനൊരു കയ്യബദ്ധം പറ്റിയപ്പോ നിങ്ങളൊക്കെ അത് ശരിക്കും മുതലെടുക്കാണല്ലേ? ചേച്ചി എന്താ ഇങ്ങനെ? വേണ്ടപ്പെട്ടവർ തന്നെ വിളിച്ചു കൂവുമ്പോ രോഗികളെ കാണാൻ മടിക്കുന്നതിൽ എന്താ അതിശയം? അവിടെ നിന്നേ. എങ്ങോട്ട് രാവിലെ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഓടുന്നത്? നിന്നോട് മിണ്ടാൻ നിന്നാലേ എന്റെ പോക്ക് മടങ്ങും. എനിക്ക് അനന്തന്റെ വീട് പണിയുടെ കാര്യങ്ങൾ നോക്കണം. അവിടെ നിന്നേ. അവിടുത്തെ കാര്യം മാത്രം നോക്കിയാ മതിയോ? അതേടി, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാ നീ 3 നേരം ഞണ്ടുന്നത്. ശ്രീജമ്മോട് കല്യാണത്തിന് പോലെ ഒരു സാരി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? അത് ശരി, അപ്പൊ അതാണ് കാര്യമല്ലേ? എന്നാലേ എനിക്ക് മനസ്സില്ല. അച്ഛനും അമ്മയും കൂടി ബഹളം.
അത് മോൾ അമ്മയോട് ചോദിക്ക്. എടി നീ കുഞ്ഞിനെ കണ്ടെങ്കിൽ പഠിക്ക്. ഓ ഈ പറയുന്ന ആള് പിന്നെ മോളെ സ്കൂളിൽ ഇപ്പൊ റെഡിയാ വേഗം. ദേ എന്റെ സാരിയുടെ കാര്യം. പോടി അവിടുന്ന്. ഹലോ ഡോക്ടറല്ലേ? യെസ്. ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗി വല്ലാതെ ബഹളം വെക്കുന്നു. സെഡേഷൻ വല്ലതും കൊടുത്തോ? ഇല്ല, സീരിയസ് ആയതിന് കൊടുത്തില്ല. ഡോക്ടർ വന്നിട്ടാവാന്ന് കരുതി. ഞാൻ ഉടനെ വരാം. പുറപ്പെട്ടു കഴിഞ്ഞു. അല്ല പുറപ്പെട്ടോ? എന്ത്? ചേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ചേട്ടനില്ലേ മുകളിൽ? അമ്മയും ചേട്ടനും കൂടി ഗുരുവായൂർക്ക് പോയത് മറന്നുപോയോ? ഓ, എന്റെ ആളെവിടെ? മോളിലുണ്ട്. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണല്ലോ. ഒരു എമർജൻസി കേസ് ഉണ്ട്. നീ പറഞ്ഞാൽ മതി. അയ്യോ അനന്തേട്ടാ, നിങ്ങളോട് വീട് വരെ ഒന്ന് വരാൻ ഞാൻ വിഷ്ണുനോട് പറഞ്ഞയച്ചായിരുന്നല്ലോ. എന്താ അവൻ പറഞ്ഞില്ലേ? പറഞ്ഞു. നന്ദുവിന് ഇവിടെ ആകെ തിരക്കായിരുന്നു. അവൻ എന്നാ തിരക്കില്ലാത്തത്? നിനക്കെങ്കിലും ഒന്ന് വരാമായിരുന്നില്ലേ? മറ്റുള്ളവരോ വരുന്നില്ല. ആ, അനന്തൻ എവിടെ? ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു എമർജൻസി കേസ് ഉണ്ടെന്നാ പറഞ്ഞത്. അനന്തനെ ഒന്ന് അത്യാവശ്യമായി കാണാൻ കൂടിയാ ഈ തിരക്കിനിടയിൽ ഞാൻ ഓടി വന്നത്. നിന്റെ ഭർത്താവിനില്ലാത്ത അത്ര തിരക്കാണല്ലോ ഹോസ്പിറ്റൽ അനന്തന്. ഇത്രയും നേരം കാത്തിരുന്ന എന്നെ വേണം പറയാൻ. ഉടനെ വരും. ചായ കുടിക്കൂ. എനിക്കും പോയിട്ട് അല്പം എമർജൻസി ഉണ്ട്. എന്ത് എമർജൻസി ആയാലെന്താ? ഒന്ന് ഇവിടം വരെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. എന്റെ അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അനന്തൻ സംസാരിച്ചില്ലെന്ന് കരുതി നിന്റെ അച്ഛന് ഞാൻ വരുന്നവരോട് ഇരിക്കായിരുന്നില്ലേ? എന്തിനാ? ഉണ്ടായ നാണക്കേട് പോരെ? രാധയോട് പറഞ്ഞിരിക്കുന്ന സമയം മതിയായിരുന്നല്ലോ ഒന്ന് വന്ന് എന്റെ അച്ഛനോട് മിണ്ടിയിട്ട് പോവാൻ. അപ്പോ ഒരുതരം ഈഗോ. ഏയ്, അവൻ അങ്ങനൊന്നും കരുതി കാണില്ല. കരുതിയിട്ട് തന്നെയാ. ലുക്ക് നന്ദു, പല സ്ഥലത്തും നന്ദു ഇങ്ങനെ താഴ്ന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, കുറെ നാളായി ഈ അവഗണന തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് പറ്റിയ കൈപ്പിഴയിൽ നിങ്ങളെക്കാൾ വേദന ഇവിടെ മറ്റുള്ളവർക്കാ. നാട്യമേ അല്ല, നാട്യം. സ്വന്തം അനിയൻ സഹതാപത്തിന്റെ പേരും പറഞ്ഞ് ഒളിച്ചും പാത്തും ചേട്ടനെതിരെ പറയുന്ന കുത്തുവാക്കുകളൊന്നും നിങ്ങൾ കേൾക്കാൻ ഇടയായിട്ടില്ല. നന്ദു എന്തേ ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഒന്നെനിക്ക് ഉറപ്പായി. ഞാനെല്ലാം തുറന്നു പറയുന്നു. നന്ദു അത് മനസ്സിലൊതുക്കി സഹിക്കുന്നു. അതല്ലേ സത്യം. ദേ മോന്റെ അച്ഛൻ വന്നു. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോ. അമ്മയ്ക്കപ്പ വന്നു. 3 മണിയായി മോനെ. എന്റെ ഗുരുവായൂരപ്പ, എന്താ തിരക്ക്. അനന്ത, ഒരതിഥി വീട്ടിൽ വന്നിട്ടൊന്ന് കാണാൻ പോലും കഴിയാത്ത വിധം എന്ത് എമർജൻസി ആയിരുന്നാ നടക്കുന്നത്? പെട്ടെന്നൊരു ഫോൺ വന്നു. ഞാൻ രാധികയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഒന്നുമല്ല, പണ്ടേ അനന്തൻ എന്റെ വീട്ടുകാരോട് വെറുപ്പാ. അവർക്ക് പകർച്ചവ്യാധി ഒന്നുമില്ല ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ. എടുത്തെന്ന് ഇങ്ങനെ സംസാരിക്കുന്നു? 1 മിനിറ്റ് താമസിച്ചാ തീരുന്ന കേസാണെങ്കിൽ തീരട്ടാ. ചാവാൻ പോകുന്ന കേസുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ജീവൻ പോകുന്ന പിടിച്ചെടുത്താനുള്ള വിദ്യയൊന്നും ഒരു ഡോക്ടറും പഠിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് കാറിന്റെ ടയർ പഞ്ചറായ നീ എന്തോ ചെയ്യും? എന്തോ ഞാനപ്പോ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ദയവായി ഇതൊരു ഇൻസൾട്ട് ആയിട്ട് എടുക്കരുത്. ഇൻസൾട്ട് തന്നെയാണ്. വന്നത് എന്റെ അച്ഛനാണല്ലോ. രാധികയുടെ അച്ഛനായിരുന്നെങ്കിൽ ഈ എമർജൻസി ഒക്കെ താനേ മാറുമായിരുന്നു. അങ്ങനെയുള്ള വ്യത്യാസം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ ചേച്ചി. അങ്ങനെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ. ഈയിടെയായി എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്ര മണ്ടിയൊന്നും അല്ല ഞാൻ. ഇത്രയൊക്കെ പറയുന്നത് എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങളെന്തോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഒരു സില്ലി മാറ്റർ ഇത്രയൊക്കെ വളർത്തി വലുതാക്കണോ? നിങ്ങൾക്കെല്ലാം സില്ലിയാണ്. എന്റെ വീട്ടുകാരും ഞാനും സ്വന്തം ചേട്ടനും ഉൾപ്പെടെ എല്ലാം സില്ലിയാണ്. അഹങ്കാരം തലയ്ക്ക് കയറിയാൽ അങ്ങനെയൊക്കെ തോന്നും. Don't talk rubbish. എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ അച്ഛനെ ചെന്ന് കാണാൻ. അനന്തേട്ട വേണ്ട. കുറെ നേരമായി മനുഷ്യന് ഹിംസ സഹിക്കാൻ തുടങ്ങിയിട്ട്. കുനിഷ്ട പിടിച്ച മനസ്സിന് എല്ലാം വിപരീതമായിട്ടേ തോന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ. അല്ലാതെ എനിക്ക് അഹങ്കാരം ഒന്നും ഉണ്ടായിട്ടല്ല. അനന്ത, നീ ആരുടെ നേരെയാടാ വിരൽ ചൂണ്ടി സംസാരിച്ചത്? നീ ഉണ്ടായിരിക്കുമോനെ. അമ്മ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇവൾ ആരെന്നറിയോ നിനക്ക്? ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വരുന്നവരെ രാവിലത്തെ ബെഡ് കോഫി മുതൽ അത്താഴം വരെയുള്ള നിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇവളാ. നിന്റെ അഴുക്ക് വസ്ത്രങ്ങൾ പോലും കഴുകിടാൻ അവൾ മടി കാണിച്ചിട്ടില്ല. 1000 തവണ നീ പറഞ്ഞിട്ടുണ്ടല്ലോ
ശ്രീദേവി എനിക്ക് അമ്മയെ പോലെയാണെന്ന്. ആ അവളെയാണോ നീ ഇങ്ങനെ പറഞ്ഞത്? ചേട്ടാ അതിനെ ഞാനിത് നോ, നീ ഇൻസൾട്ട് ചെയ്ത അവളെയല്ല, എന്നെയാ, എന്നെ. ഈ വീട്ടിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. മോനെ. ആ വടി. മോനുറങ്ങിയോ? എന്താ അനന്തേട്ടാ ഇത്? ഇവിടെ ആരും ആരോടും ഒന്നും മിണ്ടുന്നില്ല. എല്ലാരും അവരവരുടെ മുറിയിൽ കയറി ഒരേ ഇരിപ്പ. ആരും ഇതുവരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇപ്പൊ തോന്നുന്നു നമ്മൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന്. കുറച്ചു നാളെങ്കിൽ കുറച്ചു നാൾ എല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും ഇവിടെ എന്താ ആരും ഒന്നും കഴിക്കാത്തത്? നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെ. അവൻ പട്ടിണി കിടക്കുമ്പോ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ചെറിയ കാര്യത്തിന് എന്റെ മോനൊന്ന് തോറ്റു കൊടുത്തൂടെ? അതിന് തക്കതായി ഇവിടെ എന്തുണ്ടായമ്മേ? ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു മോനെ. എന്റെ ദൗർബല്യം എന്താണെന്ന് അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. എവിടെ തൊട്ടാൽ അത് വാടുമെന്നും അറിയാം. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കേട്ടപ്പോ ഞാനും എന്തൊക്കെയോ പറഞ്ഞുപോയി. കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിൽ തല്ലുകൂടുമ്പോഴും വഴക്കൂടുമ്പോഴും ഒക്കെ എപ്പോഴും ചേട്ടൻ തോറ്റു വന്നിട്ടുണ്ട്. ഞാൻ ജയിച്ചു കാണുന്നതായിരുന്നു ചേട്ടൻ എന്നും ഇഷ്ടം. പല പ്രാവശ്യം തോറ്റു തന്നിട്ടുണ്ട് എന്റെ ചേട്ടന്റെ മുമ്പിൽ. ഒരു തവണയല്ല, 100 തവണ തോൽക്കാനും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ചെയ്ത് തെറ്റായെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ചേട്ടൻ വന്ന് ആഹാരം കഴിക്കും. വീടിന്റെ പണി എന്ന് തീരുമെന്നാ മാധവേട്ടൻ പറഞ്ഞത്? കാശിറക്കിയ ഉടൻ തീരും, അല്ലെങ്കിൽ മാസങ്ങളാവും. തൽക്കാലം നമുക്കൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയാലോ? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നീ തന്നെയല്ലേ പറഞ്ഞു നമുക്ക് ഇവിടെ വിട്ടെങ്ങും പോകണ്ടെന്ന്? ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നീട് ആലോചിച്ചപ്പോ അനന്തേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ദൂരെങ്ങും അല്ലല്ലോ, എല്ലാവരെയും എപ്പോ വേണമെങ്കിലും വന്ന് കാണാവുന്നല്ലേ ഉള്ളൂ. നീ പറയുന്നത് ശരിയാ. ഇപ്പോഴായാലും മാറണം. പിണങ്ങി പിരിയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ മാറുന്നതാ. എനിക്കറിയാം, ഒത്തിരി സഹിക്കുന്നുണ്ടല്ലേ. ചുരണ്ടി ചുരണ്ടി നിൽക്കാതെ വേഗം ആവട്ടെ. ആ, ആഗസ്റ്റ് 18-ന് ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ 15-നാണുള്ളത്. സെപ്റ്റംബർ 15 ആവുമ്പോ എനിക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടും. കുറച്ചുകൂടെ പണിയൊക്കെ ബാക്കിയുണ്ടേ. വേണ്ട, ആഗസ്റ്റിൽ തന്നെ വേണം. കാണുന്നവരോടൊക്കെ ഞാൻ അഭിമാനത്തോട് പറയുമായിരുന്നു എന്റെ മക്കളുടെ ഒരുമയെക്കുറിച്ച്, യോജിപ്പിനെ കുറിച്ച്. ഈശ്വരന് അത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഇന്ന് എന്റെ മക്കൾ ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നതിന് മുമ്പ് അത് നടക്കണം. പാലുകാഴ്ച ഒരു ദിവസം മുമ്പായാൽ അത്രയും നല്ലത്.
പറയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് വിചാരിച്ച് എൻട്രൻസ് കിട്ടാത്തൊരു വേറെ ഇല്ലേ? ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ടായാലും നിന്നെ പഠിപ്പിക്കാമെന്ന് നിന്റെ അനന്തേട്ടനല്ലേ പറഞ്ഞത്? പിന്നെന്താ? ഇവളുടെ നോമ്പ് ഉപവാസമൊക്കെ കണ്ട് അവനൊന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് 10-15 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇവിടെ ഡോക്ടർ ആക്കാനോ? നടന്നത് തന്നെ. അത്രയും രൂപ ഒരുമിച്ച് ബാങ്കിൽ അടച്ചാലേ ഹോസ്പിറ്റലിന് വേണ്ടി വാങ്ങിയതിന്റെ പലിശയെങ്കിലും കുറയും. അവളെ വല്ലാതെ മോഹിപ്പിച്ചതുകൊണ്ടല്ലേ? അതിന് അത്രയും കാശ് എവിടുന്നുണ്ടാവും? ഓ, അതൊക്കെ അനന്തൻ ഉണ്ടാക്കിക്കൊള്ളും. അവൻ എവിടുന്ന് ഉണ്ടാക്കാനാ? അതിന്റെ 1/3 പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ വീട് പണി തീർത്ത് എന്നേ കയറി താമസിച്ചേനെ. ഞാൻ പഠിക്കുന്നില്ല, അപ്പൊ എല്ലാവർക്കും സമാധാനാവുമല്ലോ. ആരും തന്നില്ലെങ്കിൽ വേണ്ട. ഗീതയുടെ ക്യാപിറ്റേഷൻ ഫീ ഞാൻ തരാം. നാട്ടിൽ എന്റെ വീതത്തിലുള്ള സ്ഥലത്തിന് പലരും വരുന്നുണ്ടെന്ന് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് വില അല്പം കുറയും. എന്നാലും സാരമില്ല, നമുക്കത് കൊടുക്കാം. അതുകൊണ്ട് മതിയായില്ലെങ്കിൽ എന്റെ ആഭരണങ്ങളില്ലേ, അതും കൂടി ആവുമ്പോ തികയും. ശ്രീദേവി എന്തായി പറയുന്നത്? സ്വർണവും സ്ഥലവും വിൽക്കാനോ? അതൊന്നും സാരമില്ലമ്മേ, ഗീത പഠിക്കട്ടെ. ഔദാര്യത്തിന് നന്ദി. വന്നു കയറിയ പെണ്ണുങ്ങളുടെ സ്വത്ത് വെച്ച് വീട്ടാവശ്യങ്ങൾ നടത്തിയ പാരമ്പര്യം ഇന്ന് വരെ ഈ കുടുംബത്തിലുണ്ടായിട്ടില്ല, ഇനി ഇട്ടുണ്ടാകാനും പോകുന്നില്ല. ഡോക്ടറാകാൻ വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിച്ചാൽ മതി. കേട്ടില്ലേ അമ്മേ? ഇപ്പോഴും അനന്തൻ എന്നെ കൊള്ളിച്ചാ സംസാരിച്ചത്. ഏയ്, അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു കാണില്ല മോളെ. ഗീത പഠിച്ച് ഡോക്ടറായി കാണാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല അവരിങ്ങനെ പറഞ്ഞത്. അതെനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ എന്റെ നേർക്കുള്ള അമ്പ. എന്നെ തോൽപ്പിക്കണം. അതിന് സമർത്ഥമായിട്ട് ഒരുക്കിയിരിക്കുന്ന കുരുക്കാണ് ഈ ലിബറൽ ഓഫർ. അവരുടെ പൊന്നും മണ്ണും വിറ്റ് ഗീതയെ പഠിപ്പിക്കാൻ ചേട്ടൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായിട്ട് സമ്മതിച്ചത്. അപ്പോ അതിനെ എതിർത്താൽ ഞാനാവുമല്ലോ ഗീതയുടെ മുമ്പിൽ ഏറ്റവും വലിയ ശത്രു. ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലെന്ന് അവരുടെ ധാരണ. ഒരു കാരണവും കൂടാതെ എന്നോട് ഇങ്ങനെ ശത്രുത തോന്നാൻ ഞാൻ എന്താ അപരാധം അവരോട് ചെയ്തത്? ആരോ ചേച്ചിയെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അതാ. തെറ്റിദ്ധരിക്കാൻ നിന്നു കൊടുത്തിട്ടില്ലേ? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണം, അല്ലാതെ ഒരുതരം ചീപ്പ് സെന്റിമെന്റ്സ്. ഇതൊന്നും കൊണ്ട് അനന്തരം തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. എന്തിനാ കരയണേ? എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ നിന്നെ പഠിപ്പിച്ചോളാമെന്ന് ഏട്ടനല്ലേ ഏറ്റിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ആഗ്രഹങ്ങളൊന്നും തെറ്റിക്കണ്ട. നീ പഠിച്ചോ, ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അനന്ത എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കിയത് എന്തിനാ? ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ല. നീ എങ്ങനെയല്ല അതിനുള്ള ഏർപ്പാടുണ്ടാക്കും? രാധിക അറിഞ്ഞു, സമ്മതിച്ചോ? അറിഞ്ഞു. കേട്ടപ്പോ ആദ്യം വിഷമിച്ചു, പിന്നെ എന്റെ തീരുമാനമാണ് ശരിയെന്ന് അവൾക്കും തോന്നി. പാവം, ഒരുപാട് ആശിച്ചതാ. എന്തായാലും ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു. ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. ഒന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് നടിക്കണം, മുണ്ട് മുറുക്കെടുത്താലും മാനം കാക്കണം. ഇതൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ മടിയിലെത്തി പഠിപ്പിച്ചു തന്നതാ. അവരുടെ വാശിക്ക് മുമ്പിൽ ഞാൻ ഇതൊക്കെ മറക്കണോ? പറ. ഒന്നുമില്ലെങ്കിലും എന്റെ കൂടപ്പറപ്പിന് വേണ്ടിയല്ലടാ, എന്റെ കടമയല്ലേ, നടക്കട്ടെ. ചേട്ടൻ വീട് വിറ്റോ? വീട് വിറ്റിട്ടാണോ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയോ? ഞാൻ പഠിക്കാൻ പോകുന്നില്ല. ചേട്ടന്റെ വീട് വിറ്റ കാശുകൊണ്ട് എനിക്ക് പഠിക്കണ്ട. വീട് വിറ്റാലെന്താ, ഇനി വാങ്ങിക്കൂടെ? നമുക്കിപ്പോ ഈ വീടില്ലേ? അച്ഛന്റെ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടറാക്കണമെന്ന്. നിന്നെ എഴുത്തിനിട്ടുമ്പോ അച്ഛൻ അത് പറയുകയും ചെയ്തിരുന്നു. മരിച്ചുപോയി നമ്മുടെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഈ വീടുണ്ടാക്കുന്നതൊക്കെ ഒരു യോഗമാണ്. സമയം വരുമ്പോ താനേ നടക്കും. അല്ലെങ്കിൽ വേണ്ട, മോള് പഠിച്ച് വലിയൊരു ഡോക്ടർ ആകുമ്പോ ചേട്ടനൊരു വീട് വാങ്ങിച്ചു തന്നോളൂ. അപ്പൊ ഈ പ്രയാസമൊക്കെ അങ്ങ് മാറും. അനന്താ, ആരോട് ചോദിച്ചിട്ടാണാ നീ വീട് വിറ്റേ?
നിന്നോടാ ചോദിച്ചേ, ആരോട് ചോദിച്ചിട്ടാ വീട് വിറ്റേന്ന്? തൽക്കാലം എന്റെ പ്രോപ്പർട്ടി മാത്രമല്ലേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിരിക്കല്ലേ. നമ്മുടെ അനിയത്തെ പഠിപ്പിക്കാൻ ചേട്ടത്തിയുടെ സ്വത്തും സ്വർണവും വിൽക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്റെ വീട് വിൽക്കുന്നത്. മാത്രമല്ല ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് താമസം മാറുകയെന്ന് വെച്ചാൽ അതുകൂടെ ആലോചിച്ചപ്പോ ഒന്നുമല്ല, വീണ്ടും നീ എന്നെ ചെറുതാക്കി. മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. എന്റെ ഭാര്യയുടെ സ്വത്ത് നിനക്ക് കുറച്ചില്ലല്ലടാ. ഇങ്ങനെ തൊട്ടും തൊടാതെയും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവണ്ട. നീ വളർന്നു വളർന്ന് ആകാശം മുട്ട വളർന്നു. ഞാൻ താഴ്ന്ന് താഴ്ന്ന് അങ്ങില്ല ആയിക്കോളാം. താഴ്ന്ന് താഴ്ന്ന് അങ്ങില്ല.